നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ചിലപ്പോൾ കോടീശ്വരനായ ഒരു മനുഷ്യനാണ് മകൾക്ക് വിവാഹം അന്വേഷിച്ച് വരുന്നത്. പക്ഷേ അന്വേഷണത്തിൽ ആ കോടീശ്വരനായ മനുഷ്യൻ സുന്നിയല്ല. സുന്നിയല്ലാത്ത ഈ ഭർത്താവിനെ നമ്മൾ തിരഞ്ഞെടുത്താൽ അതേ നമ്മുടെ മകളുടെ ദീൻ നമ്മൾ നശിപ്പിച്ചു. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു തന്ന മകളെ നമ്മൾ നരകത്തിൻ്റെ വഴിയിലേക്ക് ചേർത്തു. അവളെ കൊണ്ടുപോയി ഒരു സുന്നിയല്ലാത്തവന് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്തിന് പോറ്റി വളർത്തിയ മകളെ ഈ സുന്നിയല്ലാത്ത മനുഷ്യൻ്റെ പണം കണ്ടിട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇവിടെ പണം വല്ലതും തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പണം കൊണ്ട് വല്ലതും നേടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എത്ര കോടീശ്വരന്മാരുണ്ട് മെഡിക്കൽ കോളേജിൻ്റെ മേൽപോട്ട് നോക്കിക്കിടക്കുന്നു, ഒരിറ്റ് വെള്ളം കുടിക്കാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, മനസ്സമാധാനമില്ലാതെ, ആരോഗ്യമില്ലാതെ, ക്യാൻസർ ബാധിച്ചു കിടക്കുന്ന എത്ര കോടീശ്വരന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, പേരോടിൻ്റെ പ്രഭാഷണം കേട്ടല്ലോ നിങ്ങൾ. മുകളിലെ ആ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. അദ്ദേഹം പറയുന്നത് സുന്നി അല്ലാത്ത ആളുകൾ ആരുണ്ടോ അവരൊക്കെ നരകത്തിലേക്കാണ് എന്നാണ്. അവർ സ്വർഗത്തേക്ക് പോകില്ല ഉറപ്പിച്ച് പറയാണ് അദ്ദേഹം. അവർ നരകം കൊണ്ട് മുദ്ര കുത്തപ്പെട്ടു എന്നർത്ഥം. മനസ്സിലായില്ലേ? അതാരെ പറ്റിയാണ് സഹോദരങ്ങളെ പറയാ? മുസ്ലിമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആരെങ്കിലും പറ്റി നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മളൊന്നാലോചിക്കുക. ഒരു മൂല്യരാണ് ഈ പറയുന്നത്. ഇവിടുത്തെ മുജാഹിദുകളായ ആളുകൾ ഒരിപ്പോൾ സമസ്തന്റെ അനുഭാവികളല്ല, ഇവർ പറയുന്ന സുന്നിയല്ല. അപ്പോൾ അവർ നരകത്തേക്കാണെന്ന് മൂപ്പര് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് മൂപ്പര് പറഞ്ഞു. എന്നാൽ കേരളത്തിലെ മുജാഹിദുകളുടെ ആദർശത്തെക്കാൾ കൂടുതൽ, അതായത് വളരെ കടുത്ത ആദർശം പ്രകടിപ്പിക്കുന്നവരാണ് സൗദി അറേബ്യയിലെ മുഴുവൻ പണ്ഡിതന്മാരും. ആ ഗവൺമെന്റിന്റെ കീഴിൽ എല്ലാ പള്ളികളും ആ ഗവൺമെന്റിന്റെ കീഴിലാണ്. ഈ ദമാമിലെ ഖത്തീഫ്, അതേപോലെ ചില സ്ഥലങ്ങളിൽ ഷിയാക്കളുണ്ട്. അവർക്ക് അവരുടേതായ ഉസ്താദുമാരും അവർക്ക് അവിടെ ഉണ്ട്. അതൊന്നും നമ്മളുടെ ആളുകൾ അവരുടെ പള്ളിക്കൊന്നും പോവില്ല. കാരണം അവരുടെ നിസ്കാരം നമ്മളെ പോലെ അല്ല. അത് വളരെ ചെറിയൊരു ന്യൂനപക്ഷം അവിടെ ഉള്ളത്. ബാക്കി മുഴുവൻ പള്ളികളിലും വഹാബി ഇമാമ, അതായത് സുന്നി അല്ലാത്ത ഇമാമിയങ്ങളാ. ആ ഇമാമുകളുടെ വിശ്വാസം എന്താണെന്നറിയോ? അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് പോലെ ബദ്രീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ശിർക്ക് ചെയ്തു, ഇസ്ലാമെന്ന് പുറത്തു പോയി എന്നാണ് അവർ കൃത്യമായിട്ട് പറയുന്നത്. ശിർക്ക് ചെയ്തു എന്നാ. അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കും. എനിക്കറിയാം, ഒരിക്കൽ ജിസാൻ കോടതിയിൽ ഒരു കേസ് വന്നു. കേസ് വന്നതെന്തായിരുന്നു എന്നറിയോ? ഒരു ബുക്ക് ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാള് ചെക്കിങ്ങിൽ പിടിക്കപ്പെട്ടു. അപ്പൊ നോക്കുമ്പോൾ മൂപ്പര അരയിലൊരു ഐക്കല്ലുണ്ട്, വലിയൊരു ഐക്കല്ല്, ചെമ്പിന്റെ തകിടിലാ കെട്ടിയിരിക്കുന്നത്. അങ്ങനെ പോലീസ് പിടിച്ചപ്പോൾ ഇവൻ പറഞ്ഞ് അതിമ തൊടാൻ പറ്റൂല, അത് പ്രശ്നമാണ്. ഈ സാധു മനുഷ്യൻ വേറൊന്നുമില്ല, ഇവിടുന്ന് മൂല്യമാരെ കെട്ടിക്കൊടുത്തായിരിക്കും. അപ്പോൾ പോലീസിനും ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ എന്നായി. അതെന്തോ വേറെന്തോ ആയുധവുമായി ബന്ധപ്പെട്ട ആശങ്ക പോലീസുകാർക്ക് ഉണ്ടായത്. അങ്ങനെ അത് വലിയ കേസായി. ലാസ്റ്റ് കോടതിയിൽ വിധി വന്നത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന് 6 മാസം ജയിൽ ശിക്ഷയും 60 ചാട്ടവാറടി. എന്താ കാരണം എന്നറിയോ? ഒരു ഐക്കല്ല്, നമുക്കറിയാലോ ഐക്കല്ല് എന്ന് പറഞ്ഞ സാധനം, ഐക്കല്ല് കെട്ടിയതുകൊണ്ട്. അതാണ് സൗദി അറേബ്യ. അതുപോലെ അവിടെ ആരെങ്കിലും ന്യൂ ഇയറോ നബിദിനൊക്കെ ആഘോഷിച്ച പള്ളറച്ച് തല്ലും കിട്ടും, ജയിലും കിട്ടും. മനസ്സിലായില്ലേ? അതുപോലത്തെ പണി ഒരിക്കൽ ചെയ്തിട്ട് മക്കയിലെ ബദർ ബേക്കറിയിലെ ഒരു 10-25ഓളം ആളുകളെ കൊണ്ടുപോയി ജയിലിലിട്ടു 3 മാസത്തോളം. പിന്നെ അവരെ നാട്ടിലേക്ക് കയറ്റിയിടായത്. ഇതാണ് അവരുടെ ആദർശം എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരന്റെ ആദർശത്തിന് ഒരു അണു പോലും സപ്പോർട്ട് ചെയ്യാതെ വളരെ കടുത്തനായാണ് അവർ സ്വീകരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള പണ്ഡിതന്മാരെ, ഇമാമികളെയാണ് മക്കയിലും മദീനയിലും അതുപോലെ സൗദി അറേബ്യയിലെ എല്ലാ പള്ളികളിലും, ഷിയാ പള്ളികളല്ലാത്ത എല്ലാ പള്ളികളിലും. മനസ്സിലായില്ലേ? അപ്പം ഹറമിൽ ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ മസ്ജിദുൽ ഹറാമിൽ ഇമാം വെക്കണ ആരാ? വഹാബി ഇമാമാണ്.
മുജാഹിദായ ഇമാമ. മുജാഹിദിന്റെ, കേരളത്തിലെ മുജാഹിദിന്റെ ആദർശത്തെക്കാണ് കുറച്ചും കൂടി കടുത്തത്. മനസ്സിലായില്ലേ? അതേപോലെ മീനയിൽ ചെന്നാൽ മസ്ജിദ് ഹൈഫിലെ ഇമാമാരാ 70ഓളം പ്രവാചകന്മാർ നമസ്കരിച്ച പള്ളി എന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ ഇമാമക്കട് വഹാബിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അറഫയിൽ ചെന്നാൽ മസ്ജിദ് നെമിറയിൽ ഇമാമക്കിടതും അൽ ഹജ്ജു അറഫ എന്നാണ് നബിന്റെ ഹദീസ്. അറഫയാണ് ഹജ്ജ്. ആ അറഫയിലെ ഖുത്ബ നിർവഹിക്കണ ആരാ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടികളാണ്, കുരുമൂത്ത മുജാഹിദീങ്ങൾ. അവിടുന്ന് ഇങ്ങോട്ട് പോന്ന മുസ്ദലിഫയിൽ ചെന്നാൽ മസ്ജിദുൽ ഹറാം പള്ളിയിലോ അവിടെയും തന്നെ ഈ വഹാബികൾ. അങ്ങനെ എവിടെ ചെന്നാലും വഹാബി ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുക. ആരാ വഹാബി ഇമാമ്? പേരോട് പറഞ്ഞ് നരകത്തേക്കുള്ളവരാണത്, നിങ്ങളുടെ ഈമാൻ പൊളിഞ്ഞു, ഈമാൻ ഇല്ലാത്തവരാണ് ആ നിൽക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ തുടർന്ന് നിസ്കരിച്ച ആ നിസ്കാര പാത്തിലല്ലേ നരകത്തേക്ക് പോകണമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബാക്ക് പോയിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആരെങ്കിലും ഇത് നരകത്തേക്ക് പോണ യാതി സാധനമാണ്, ഇത് ഈമാൻ ഇല്ലാത്തതാണ്, അങ്ങനത്തെ ഇമാമിനെ പോയി തുടരുമോ സഹോദരങ്ങളെ? ഇല്ലല്ലോ. ആ വിശ്വാസത്തോടെ തുടർന്നാലോ അവന്റെ നിസ്കാരം ബാത്തിലാണ്. ആർക്കപ്പം അതിൽ സംശയം? അല്ലേ? അപ്പൊ ഇന്ന് ലക്ഷക്കണക്കായ ഹാജിമാര് സൗദി അറേബ്യയിലേക്ക് ഹജ്ജിന് പോകുന്ന ആളുകൾ പോയിട്ട് എന്താ ചെയ്യുന്നത്? ഈ ഇമാമുകളെ തുടർന്നിട്ട് പേരോടിന്റെ ഭാഷയിൽ നരകത്തേക്കുള്ള ടിക്കറ്റ് ആയിട്ട് തിരിച്ചു വരികയല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കാന്. അവിടുത്തെ ഇമാമുകളെ ഷെയ്ഖ് സുദൈസിന്റെ ഒക്കെ കൈയൊന്ന് പിടിച്ച് മുത്താൻ തിരക്കൂട്ടുന്ന മനുഷ്യന്മാരാ വരിട്ടോ, അത് വേറെ കാര്യം. ഏതായിരുന്നാലും ഓരോരോ മൂല്യന്മാര് കോലം കെട്ടുന്നുണ്ടെങ്കിൽ പിന്നെ സത്യവുമായി ഒരു പുലബന്ധം ഇല്ലാത്ത ഇയാതി വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട്